അടിമാലിയിലെ മണ്ണിടിച്ചിലിൽ പരിക്കേറ്റ സന്ധ്യയുടെ ശസ്ത്രക്രിയ പൂർത്തിയായി. 8 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയാണ് പൂർത്തിയായത്. വിശദാംശങ്ങളുമായി അർച്ചന ചേരുകയാണ്. അർച്ചന, ഏതാണ്ട് 72 മണിക്കൂർ നിർണായകമാണ് എന്ന വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. നിലവിലത്തെ ആരോഗ്യനിലയെക്കുറിച്ച് ഡോക്ടർമാരുടെ പ്രതികരണം മറ്റെന്താണ്? ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സന്ധ്യ ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് രാവിലെ തന്നെ ഇത്തരത്തിൽ ശസ്ത്രക്രിയയ്ക്കായി വിധേയമാക്കിയിരുന്നു. 8 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയാണ് ഇപ്പോൾ പൂർത്തിയായത്. ഈ അപകടത്തിൽ സന്ധ്യയുടെ ഇടതുകാലിനായിരുന്നു പരിക്കേറ്റത്. രാവിലെ എത്തുമ്പോൾ രക്തയോട്ടം പോലും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഗുരുതരമായി കാലിന് പരിക്കേറ്റിരുന്നു. മറ്റ് ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന തരത്തിൽ ആ മുറിവുണ്ടായിരുന്നു എന്നാണ് ഡോക്ടർമാർ ആ ഘട്ടത്തിൽ പറഞ്ഞത്. തുടർന്നാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയത്. ഏകദേശം 8 മണിക്കൂറിന് ശേഷം ഇപ്പോൾ വൈകിട്ടോടുകൂടിയാണ് ഈ ശസ്ത്രക്രിയ പൂർത്തിയായത്. ഇനിയുള്ള 72 മണിക്കൂർ ഏറെ നിർണായകമാണെന്ന് ഡോക്ടർമാർ അറിയിക്കുന്നുമുണ്ട്. കാരണം കാലിലേക്കുള്ള രക്തയോട്ടം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞെങ്കിലും ഇനിയുള്ള മണിക്കൂർ അതിനിർണായകമായിരിക്കുമെന്നാണ് ഡോക്ടർമാർ സംബന്ധിച്ച് അറിയിക്കുന്നത്. എന്തായാലും ഓർത്തോ, പ്ലാസ്റ്റിക് സർജറി, ജനറൽ സർജറി, അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഈ 8 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ നടന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇത്തരത്തിൽ കാലിന് പരിക്കേറ്റ സന്ധ്യയുടെ ബിജു അടക്കം മരണത്തിന് കീഴടങ്ങി. എന്നാൽ ഗുരുതരമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആശുപത്രിയിൽ എത്തിയത്. എന്തായാലും 8 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയാണ് ഇപ്പോൾ പൂർത്തിയായത്. ശരി. അടിമാലിയിലെ മണ്ണിടിച്ചിലാണ് സന്ധ്യയ്ക്ക് പരിക്കേറ്റത്. ഗുരുതരമായ പരിക്കായിരുന്നു. ഇടത് കാലിലാണ് ഇപ്പോൾ ശസ്ത്രക്രിയ പൂർത്തിയായിരിക്കുന്നത്. 8 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയാണ് ഇന്ന് ഇപ്പോൾ ഈവനിങ്ങോടെ പൂർത്തിയായത്. ഏതാണ്ട് 72 മണിക്കൂർ നിർണായകമാണ് എന്ന വിവരം കൂടി ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നുണ്ട്. അർച്ചനയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.